ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ പ്രാർത്ഥനാപൂർവം നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മകളുടെയും സ്വരൂപവും കാരുണ്യത്തിൻ്റെ അനാദിയായ ഉറവിടവുമായ സർവേശ്വര കർത്താവേ, അങ്ങയുടെ അനന്തമായ മഹത്വത്തിനും വിശുദ്ധിക്കും മുൻപിൽ നിൽക്കാൻ തികച്ചും യോഗ്യരല്ലാത്ത എളിയ പാപികളാണ് ഞങ്ങൾ. എങ്കിലും അങ്ങയുടെ അസീമമായ ദയയിലും തിരുസഭയുടെ അപ്പോസ്തലരാജ്ഞിയും ഞങ്ങളുടെ സ്വർഗീയ അമ്മയുമായ നിത്യസഹായ മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥത്തിലും പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുന്നു. ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ നിമിഷത്തിൽ ഞങ്ങളുടെ മനസ്സുകളെയും ആത്മാക്കളെയും ലൗകിക ആശങ്കകളിൽ നിന്ന് വേർപെടുത്തി അവിടുത്തെ സ്വർഗീയ പ്രകാശത്തിലേക്ക് ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിലേക്ക് ആദരവോടെയും ഭക്തിയോടെയും നോക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അത്ഭുത ചിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ വിശ്വാസത്തോടെ നോക്കുന്നു. അത് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് ദൈവിക രഹസ്യങ്ങളുടെയും മാതൃസ്നേഹത്തിൻ്റെയും മഹാസന്ദേശമാണ്. അങ്ങയുടെ മേലങ്കിയുടെ മധ്യത്തിൽ ശോഭിക്കുന്ന പ്രകാശിക്കുന്ന നക്ഷത്രം ജീവിത സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളിൽപ്പെട്ട് വഴിയറിയാതെ ഉഴലുന്ന ഞങ്ങൾക്ക് സ്വർഗീയ തുറമുഖത്തേക്ക് വഴി കാണിക്കുന്ന പ്രകാശഗോപുരമാണ്. അങ്ങയുടെ ചിത്രത്തിന് പിന്നിലെ തിളങ്ങുന്ന സ്വർണ്ണനിറം സ്വർഗത്തിൻ്റെ മഹത്വത്തെയും ദൈവിക സാന്നിധ്യത്തെയും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഗബ്രിയേൽ, മിഖായേൽ മാലാഖമാർ കുരിശും ആണിയുമടക്കം വരാനിരിക്കുന്ന പീഡാനുഭവങ്ങളുടെ ഉപകരണങ്ങൾ ഏന്തി നിൽക്കുന്നത് കണ്ട് ഭയചകിതനായ ഉണ്ണീശോ അങ്ങയുടെ തൃക്കരങ്ങളെ ഭയത്തോടെയും ആശ്രയത്തോടെയും മുറുകെ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഭയം കാരണം ഈശോയുടെ തൃപ്പാദത്തിൽ നിന്ന് അഴിഞ്ഞു വീഴുന്ന ആ ചെറിയ ചെരുപ്പ് അവിടുത്തെ യഥാർത്ഥ മനുഷ്യത്വത്തെയും ഞങ്ങളുടെ സങ്കടങ്ങളിലും ഭയങ്ങളിലും ദൈവത്തിന് പങ്കിടുന്ന വലിയ ആശ്വാസത്തെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. അമ്മയുടെ കരുണയായ നേത്രങ്ങൾ, പരിശുദ്ധ അമ്മേ, അങ്ങയുടെ തിരുനേത്രങ്ങൾ ഉണ്ണീശോയിലേക്കല്ല, മറിച്ച് ഈ ലോകത്തിൽ കഷ്ടപ്പെടുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ഞങ്ങളിലേക്കാണ് നീളുന്നത്. ഞങ്ങളുടെ വേദനകളും ആവശ്യങ്ങളും കണ്ടറിയുന്ന പരിശുദ്ധ അമ്മേ, അമ്മയുടെ വാത്സല്യമാർന്ന ആ കൺമുനകൾ ഞങ്ങൾക്ക് എത്ര വലിയ ആശ്വാസമാണ് നൽകുന്നത്. പരിശുദ്ധ അമ്മേ, നിത്യസഹായനാഥേ, ഉണ്ണീശോയ്ക്ക് ഭയം തോന്നുമ്പോൾ ഓടിയെത്താൻ അങ്ങയുടെ മാതൃമടിത്തട്ടുണ്ടായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിലും ഭയങ്ങളിലും രോഗപീഠകളിലും അങ്ങയുടെ അരികിലേക്ക് ഞങ്ങൾ ഓടിയെത്തുന്നു. ജീവിതത്തിൻ്റെ സങ്കീർണമായ വഴിത്താരകളിൽ നിരാശയും ഭയവും ഞങ്ങളെ വേട്ടയാടുമ്പോൾ ഞങ്ങളുടെ കരങ്ങളെയും അവിടുത്തെ മാതൃകരങ്ങളോട് ചേർത്ത് പിടിക്കണമേ. പാപികളുടെ അഭയസങ്കേതമേ, വ്യാകുലരുടെ ആശ്വാസമേ, ഈ നൊവേനയിൽ അണയുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും യാചനകളും നെടുവീർപ്പുകളും അങ്ങയുടെ തിരുക്കുമാരനായ ഈശോമിശിഹായുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട ദൈവിക അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ. പരിശുദ്ധ കന്യാമറിയമേ, നിത്യസഹായ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ജീവിതത്തിൻ്റെ സകല ദുരന്തങ്ങളിലും പ്രലോഭനങ്ങളിലും ഓടിയെത്താൻ ഞങ്ങൾക്ക് അങ്ങയുടെ സ്വർഗീയ സഹായമല്ലാതെ മറ്റൊരു ആശ്രയമില്ല അമ്മേ. ഈ സമയം അമ്മയുടെ തൃപ്പാദങ്ങളിൽ വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ വാത്സല്യത്തിൻ്റെ ചിറകിൽ കാത്തുകൊള്ളണമേ. ആമേ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കാരുണ്യവാനായ ദൈവത്തിന് മുൻപിലും അവിടുത്തെ വിശുദ്ധ മാതാവിൻ്റെ തിരുസന്നിധിയിലുമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ദൈവത്തോടും നമ്മുടെ സഹജീവികളോടും നാം കാണിച്ച വീഴ്ചകളെ ഓർത്ത് ഹൃദയം തകർന്ന് നമുക്ക് അനുദപിക്കാം. നിത്യസഹായ മാതാവിൻ്റെ മാതൃഭാവമുള്ള കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ദൈവപ്രകാശത്തിൽ പരിശോധിക്കാം. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഞാൻ മറന്നുപോയോ? പ്രാർത്ഥനയിൽ അലസത കാണിക്കുകയും ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയും കൂദാശകളും ഉപേക്ഷിക്കുകയും ചെയ്ത നിമിഷങ്ങളുണ്ടോ?
ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ലൗകിക ആഗ്രഹങ്ങൾക്കും സ്വന്തം പ്രയോജനത്തിനും മുൻഗണന നൽകിയോ? കുടുംബത്തിൽ സ്നേഹവും സമാധാനവും പുലർത്തുന്നതിന് പകരം കോപം, വാശി, അഹങ്കാരം എന്നിവയാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ, പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ വാക്കുകളാലോ പ്രവൃത്തികളാലോ ക്രൂരമായി നോവിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ വിസമ്മതിക്കുകയും മനസ്സിൽ വിദ്വേഷവും അസൂയയും കാത്തുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടോ? അശുദ്ധമായ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയാൽ ദൈവത്തിൻ്റെ ആലയമായ സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കിയോ? വ്യാജം പറയുക, അപവാദം പ്രചരിപ്പിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റപ്പെടുത്തുക, ലഹരി വസ്തുക്കൾക്കും തെറ്റായ ആസക്തികൾക്കും അടിമപ്പെടുക എന്നിവയിൽ ഞാൻ വീണുപോയോ? നമുക്ക് അല്പസമയം നിശബ്ദമായി നമ്മുടെ തെറ്റുകളെ ഓർത്ത് അനുതപിക്കാം. എൻ്റെ അളവില്ലാത്ത ദൈവമേ, സകല നന്മകൾക്കും സ്നേഹത്തിനും ഉറവിടമായ അങ്ങേക്കെതിരായി ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ തികച്ചും ഖേദിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അസീമമായ വാത്സല്യത്തെയും അളവറ്റ കാരുണ്യത്തെയും നിസ്സാരമാക്കി എൻ്റെ സ്വാർത്ഥതയ്ക്കും തിന്മയുടെ പ്രേരണകൾക്കും ഞാൻ വഴിപ്പെട്ടുപോയി. ഈശോയുടെ തിരുവിലാവിലും കുരിശിലെ പീഡാനുഭവങ്ങളിലും എൻ്റെ പാപങ്ങൾ ഏൽപ്പിച്ച മുറിവുകളെ ഓർത്ത് ഞാൻ കരഞ്ഞ് യാചിക്കുന്നു. നിത്യശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണെങ്കിലും അങ്ങയുടെ അനന്തമായ ദയയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇനിമേൽ പാപം ചെയ്യുകയില്ലെന്നും പാപസാഹചര്യങ്ങളെയും തിന്മയുടെ എല്ലാ വഴിത്താരകളെയും പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. യോഗ്യമായ കുമ്പസാരത്തിലൂടെ എൻ്റെ ആത്മാവിനെ വിശദീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിത്യസഹായ മാതാവേ, പാപികളുടെ അഭയസങ്കേതമേ, അങ്ങയുടെ തിരുക്കുമാരനായ യേശുവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവ് കഴുകപ്പെടാനും കൃപയുടെ അവസ്ഥയിൽ എന്നും ജീവിക്കുവാനും എനിക്ക് വേണ്ടി തമ്പുരാനോട് മാപ്പ് യാചിക്കണമേ. എൻ്റെ ദുർബല നിമിഷങ്ങളിൽ എന്നെ താങ്ങി നിർത്തുകയും തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. നിത്യസഹായ മാതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. ഓ നിത്യസഹായ മാതാവേ, അങ്ങയുടെ മാതൃനിർവിശേഷമായ കാരുണ്യത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ടരുളണമേ. ആത്മീയ ജീവിതത്തിനും വിശ്വാസവർദ്ധനവിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും സംശയങ്ങളിലും ഞങ്ങളുടെ വിശ്വാസം തളർന്നു പോകാതെ ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കണമേ. മാനസിക സമാധാനത്തിനും ആശ്വാസത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നിരാശയും ഏകാന്തതയും മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിൽ ദൈവിക സമാധാനം നിറയ്ക്കണമേ. രോഗസൗഖ്യത്തിനും ശാരീരിക ബലത്തിനുമായി പ്രാർത്ഥിക്കാം. ദീർഘകാല രോഗങ്ങളാലും മാറാരോഗങ്ങളാലും വേദന അനുഭവിക്കുന്നവർക്കും കിടപ്പിലായവർക്കും അവിടുത്തെ തിരുസ്വരൂപത്തിൻ്റെ അത്ഭുത സ്പർശനത്താൽ സൗഖ്യവും ആശ്വാസവും ലഭിക്കണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധ്യതകളാലും തൊഴിൽപരമായ നഷ്ടങ്ങളാലും സാമ്പത്തിക തകർച്ചകളാലും കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അവരെ കരകയറ്റണമേ. കുടുംബ ഐക്യത്തിനും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കലഹങ്ങളും ഭിന്നതകളും അകറ്റി ക്രിസ്തീയ സ്നേഹവും പരസ്പര വിട്ടുവീഴ്ചയും ഐക്യവും എന്നും നിലനിർത്താൻ അവിടുത്തെ അനുഗ്രഹം നൽകണമേ. കുട്ടികളുടെ പഠനത്തിനും ഭാവിക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾക്ക് നല്ല ജ്ഞാനവും ദൈവഭയവും ഓർമ്മശക്തിയും ചിന്താശേഷിയും നൽകി അവരെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമേ. തൊഴിൽ രഹിതർക്കും യുവാക്കൾക്കുമായി പ്രാർത്ഥിക്കാം. യോഗ്യമായ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കുവാനും യുവതി യുവാക്കൾ തെറ്റായ കൂട്ടുകെട്ടുകളിലും ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലും അകപ്പെടാതെ സത്യത്തിൻ്റെ വഴിയിൽ നടക്കുവാനും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവാഹ തടസ്സങ്ങൾ നീക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെ തേടുന്നവർക്ക് അനുയോജ്യരും ദൈവഭയമുള്ളവരുമായ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ തെളിയാനായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതിമാർക്ക് അവിടുത്തെ മധ്യസ്ഥത്താൽ സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. നല്ല മരണത്തിനും സ്വർഗീയ ഭാഗ്യത്തിനുമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആയുസ്സിൻ്റെ അവസാന നിമിഷങ്ങളിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കണമേ. അനന്തദയയുടെ നിത്യസഹായ മാതാവേ, അങ്ങയുടെ അത്ഭുത ചിത്രത്തിന് മുൻപിൽ മുട്ടുകുത്തി യാചിക്കുന്ന എൻ്റെ ഈ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ.
ദരിദ്രരും അഗതികളുമായ ഞങ്ങളെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ലല്ലോ. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ ഒരു സ്വർഗീയ പ്രകാശമായി അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും കണ്ണീരും അവിടുന്ന് അറിയുന്നുവല്ലോ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും നിയോഗങ്ങളും സ്വർഗീയ അമ്മയുടെ മുൻപിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈ ആവശ്യങ്ങൾ സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണെന്ന് അവിടുത്തെ മധ്യസ്ഥതയാൽ എനിക്ക് കാണിച്ചു തരണമേ. സ്വർഗീയ നാഥേ, അങ്ങയുടെ തിരുക്കുമാരനിൽ നിന്ന് എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വാങ്ങി തരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ അനുഗ്രഹീതമായ കരം എൻ്റെ ശിരസിൽ വെച്ച് എന്നെ ആശീർവദിക്കണമേ. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും കുരിശുകളും വന്നാലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് കരുത്ത് നൽകണമേ. ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും എപ്പോഴും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, നിത്യസഹായനാഥേ, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും അങ്ങയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ പ്രകാശിച്ച എല്ലാ സദ്ഗുണങ്ങളാലും ഞങ്ങളുടെ ഭവനത്തെയും അവിടുന്ന് അലങ്കരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അവിടുത്തെ തിരുനാമത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വീടിനെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മന്ദിരമാക്കണമേ. പ്രായമായവർക്ക് സമാധാനവും മുതിർന്നവർക്ക് പരസ്പര സ്നേഹവും കുട്ടികൾക്ക് ദൈവഭയവും നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ തിന്മകളെയും രോഗപീഠകളെയും സാത്താൻ്റെ അന്ധകാര ശക്തികളെയും അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥതാൽ തകർക്കണമേ. ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലും ചെയ്യുന്ന ജോലികളിലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശോയുടെ സമാധാനം ഞങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും വാഴട്ടെ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെ നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ചുകൊണ്ട് പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തു നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷകളെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സകല തിന്മകളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.